ഹലോ ഓൾ. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കുന്നുണ്ടായിരുന്നത്. അതിൽ 7th ക്വസ്റ്റ്യൻ വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് 8th ക്വസ്റ്റ്യൻ തൊട്ടുള്ളത് നോക്കാം. ഓക്കെ, സോ 8th ക്വസ്റ്റ്യൻ ഇസ് a force F is equal to AI plus 3J plus 6K is acting at a point R is equal to 2I minus 6J minus 12K. The value of A for which the angular momentum about the origin is conserved is. അപ്പോൾ ഇവിടെ നമ്മൾ A value angular momentum എന്ന് പറയുമ്പോൾ എന്താണ്? Angular momentum is conserved when the torque acting on the system is 0. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണത് എപ്പോഴാണ്? ടോർക്ക് 0 ആകുമ്പോഴാണ് അല്ലേ? അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു R ഇൻറ്റു എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോർക്ക് 0 ആണല്ലോ. അപ്പോൾ എന്തായിരിക്കണം? വെക്റ്റർ ആറും എഫും പാരലൽ ഓർ ആൻറ്റി പാരലൽ ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഇഫ് ടു വെക്ടേഴ്സ് ആർ പാരലൽ അവരുടെ കോമ്പണൻസ് പ്രൊപ്പോർഷണൽ ആണെന്നുള്ളൊരു തിയറി ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർ പാരലൽ ആണെങ്കിൽ അവരുടെ കോമ്പണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും, വിച്ച് മീൻസ് നമ്മൾ RX RY RZ എന്ന് പറയുന്നതാണല്ലോ R വെക്ടറിൻ്റെ കോമ്പണൻസ്. അതേപോലെ എഫ് വെക്ടറിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് എന്താണ്? FX FY FZ. അപ്പോൾ ഇഫ് ദേ ആർ പാരലൽ എങ്ങനെയായിരിക്കും? RX ബൈ FX ഇസ് ഈക്വൽ ടു RY ബൈ FY ഇസ് ഈക്വൽ ടു RZ ബൈ FZ. ഇങ്ങനെ ആയിരിക്കണം, പ്രൊപ്പോർഷണൽ ആയിരിക്കണമല്ലോ. ഇനി നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. RX എന്ന് പറയുന്നത് 2 അല്ലേ? 2iലുള്ളതാണ് കേട്ടോ എക്സ്, 6jയിലുള്ളത് y ആയിരിക്കും. ദെൻ 12k എന്ന് പറയുമ്പോൾ അത് z. 12 എന്ന് പറയുന്നത് മൈനസ് ഉള്ളതുകൊണ്ട് -12, ഇവിടെ -6 വരുന്നതാണ്. അതേപോലെ എഫിൻ്റെ സൈഡിൽ നമ്മൾ അതേപോലെ നോക്കുക. അപ്പോൾ RX എന്ന് പറയുന്നത് 2 ആണ്. FX നമുക്ക് അറിയില്ല, അത് A ആണല്ലോ. A ഇസ് ഈക്വൽ ടു ദെൻ RY എന്ന് പറയുന്നത് -6 ആണ്. FY എന്ന് പറയുന്നത് +3 ആണ്, ഈക്വൽ ടു ദെൻ RG എന്ന് പറയുന്നത് എന്താണ്? -12 ബൈ ദെൻ ഇവിടെ FZ എന്ന് പറയുന്നത് +6 ആണ്, +6. ഓക്കെ, ഇവിടെ നമുക്ക് എയുടെ വാല്യൂ ആണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യത്തെ ഈ ഒരു സെറ്റ് മാത്രം എടുക്കാം. 2/A ഈസ് ഈക്വൽ ടു -6/3. സോ A ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ 2 × 3 ബൈ -6 എന്ന് വരും. സോ 6/-6 വിച്ച് ഈസ് ഈക്വൽ ടു -1. അങ്ങനെയാണ് കറക്റ്റ് ഓപ്ഷൻ A വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന തിയറം എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ആ ഒരു പോർഷനിലുള്ളതാണ്. ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആവണത് ടോർക്ക് 0 ആവണതാണ്, നെറ്റ് ടോർക്ക് 0 ആവുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ അത് പാരലൽ ആയിരിക്കണം. സോ പാരലലിൻ്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടല്ലോ, എല്ലാം പ്രൊപ്പോർഷണൽ ആയിരിക്കും, എല്ലാം ഈക്വൽ ആയിരിക്കും എന്നുള്ള രീതിക്ക്. നെക്സ്റ്റ് വൺ, എ വയർ സ്ട്രെച്ചസ് ബൈ 1 millimeter when a force is applied. So if the same force is applied to a second wire of the same material, half of the length and double the radius, what will be the extension? അപ്പോൾ എക്സ്റ്റൻഷന് ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? ഡെൽറ്റ L is equal to F × L ബൈ A × Y. L എന്ന് പറയുന്നത് ലെങ്ത്ത്. ഓക്കെ, അതിൽ നമുക്ക് F എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് ആണ്. അപ്പോൾ ഈ എക്സ്റ്റൻഷനും എന്താണ്, റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ എക്സ്റ്റൻഷനും അവരുടെ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ L ആണ് കൊടുക്കുന്നത്. സോ ഡെൽറ്റ Lൻ്റെ റിലേഷൻ എന്താണ്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു L/r². ഓക്കെ, റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അതിൻ്റെ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനീഷ്യൽ എക്സ്റ്റൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1 millimeter ആണെന്ന്. അപ്പോൾ നമുക്കത് എന്തെടുക്കാം? L ആയിട്ട് തന്നെ എടുക്കാം, L1. ഓക്കെ, സെക്കൻഡ് വയറിൽ ചേഞ്ച് വരുന്നുണ്ട്. അവിടെ ലെങ്ത് എന്തായിട്ട് ചേഞ്ച് ആവുകയാണ്? അവിടെ ലെങ്ത് ഓഫ് ദ ഹാഫ് ദ ലെങ്ത് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഡബിൾ ദ റേഡിയസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ L' എന്ന് പറയുന്നത് എത്രയായിരിക്കും? L/2. ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്തിൻ്റെ പകുതി. ഓക്കെ, R' എന്ന് പറയുന്നത് രണ്ടാമത്തെ. അപ്പോൾ വിച്ച് ഈസ് എത്രയാണ്? ഡബിൾ ദ റേഡിയസ്, അപ്പോൾ 2R ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഡെൽറ്റ L is equal to L/2/2R², which is equal to L/2/4R², which is 4R² പറയുമ്പോൾ ഈ 2ഉം 4ഉം 1/8 ആവും. 1/8 ×
L/r². അപ്പോൾ ആദ്യം ഉണ്ടായ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഇത് എത്ര ചേഞ്ചസ് ഉള്ളത്? 1/8 ടൈംസ് ആണ് ചേഞ്ച് ഉള്ളത്. 1/8 എന്ന് പറയുമ്പോൾ 0.125 millimeter. Okay, next, a liquid drop splits into small droplets. Which of the following statements is true about the total surface energy? So total surface energy എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സർഫസ് ടെൻഷൻ ഇൻറ്റു സർഫസ് ഏരിയ ആണ് നമ്മൾ ടോട്ടൽ സർഫസ് എനർജി ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ സർഫസ് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഇൻക്രീസസ്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഒരു ലിക്വിഡ് ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചെറിയ ചെറിയ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യണത് അല്ലേ? അപ്പോൾ അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് സർഫസ് ഏരിയ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ടോട്ടൽ സർഫസ് എനർജി എന്ന് പറയുന്നത് സർഫസ് ഏരിയയ്ക്കുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ആണ്. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? അടുത്തതും ഇൻക്രീസ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ സൈനസോഡൽ വേവ് ഡിസ്ക്രൈബ്ഡ് ബൈ, നമുക്കിവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബൈ എ ഡിസ്റ്റൻസ് Δx is equal to π/2 ആണെങ്കിൽ റേഷ്യോ ഓഫ് Δx ബൈ ലാംഡ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമുക്ക് ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസിൻ്റെ ആ ഒരു വേവ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ വരുന്നതാണിത്. അപ്പോൾ അവർ തമ്മിൽ റിലേഷൻ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇവിടെ Δ∅ is equal to 2π/λ into Δx. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ് ആണ് കേട്ടോ. ഫേസ് ഡിഫറൻസ് എന്ന് പറയണത് എന്താണ്? ഈ Δ∅ എന്ന് പറയണതാണ് ഫേസ് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് ആണ് Δx. അവർ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ ഇക്വേഷൻ ആണിത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ Δ∅ എന്താണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? π/2 ആണ്. എത്ര? Δ∅, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 points സെപ്പറേറ്റഡ് ബൈ Δx is 5/2. അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 5/2 is equal to 2π/λ into Δx. ഓക്കെ, നമുക്ക് Δx/λ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് അതിൻ്റെ രീതിക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ Δx/λ into 2 is equal to 1/2. അപ്പോൾ 2 ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 1/4 ആവും. 1/4 is equal to Δx/λ. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ്, in a forced oscillation, average power supplied by external force is maximum when? എപ്പോഴായിരിക്കും മാക്സിമം ആവുക? സോ പവർ ട്രാൻസ്ഫർ മാക്സിമം എഫിഷ്യൻ്റ് ആവണത് എപ്പോഴാണ്? റെസനൻസിൻ്റെ കേസിലാണ് അല്ലേ? അപ്പോൾ അറ്റ് റെസനൻസ് എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം എന്ന് പറയണതും ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദേ വിൽ ബി ഇൻ ഫേസ്, റൈറ്റ്? അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഡ്രൈവിംഗ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ആർ ഇൻ ഫേസ്. 13th one, a gas has molar heat capacities Cp and Cv. If Cp minus Cv is equal to R, then ratio of slopes of adiabatic PV curve to isothermal PV curve at a point is, നമ്മൾ പി വി കർവിൻ്റെ ഐസോതെർമൽ പ്രോസസ്സ് അഡിയബാറ്റിക് പ്രോസസ്സും അതിൻ്റെ റേഷ്യോയും വെച്ച് ചെയ്യേണ്ട ആൻസർ ആണ് ആക്ച്വലി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കാം. മേ ബി 12th നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടാവുമല്ലോ. ഡിഫറൻഷ്യേറ്റ് ഒക്കെ ചെയ്തിട്ട് രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു ഫോമാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് എന്താ വരിക? ഗാമ തന്നെയാണ് വരിക. ഓക്കെ, ഡയറക്റ്റ് ഗാമയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. കാരണം ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് പി വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ പി പ്ലസ് വി ഓഫ് ഡി പി ബൈ ഡി വി ഈസ് ഈക്വൽ ടു 0. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷ്യേറ്റ് ചെയ്യും രണ്ട് സൈഡിലും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക മൈനസ് പി ബൈ വി എന്ന് പറഞ്ഞിട്ടാണ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ വരുവാണെങ്കിലോ അവിടെ ഈ ഗാമ എന്ന് പറയുന്ന സാധനം വരും. സോ ബാക്കി ഏതാണ് ഇതിൽ വ്യത്യാസം വരുന്നത്? പി വി രണ്ടിലുള്ളതാണ്, ഒരു ഗാമ മാത്രമാണ് അഡിയബാറ്റിക് പ്രോസസ്സിൽ എക്സ്ട്രാ ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? അത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും, ബാക്കി ഗാമ മാത്രം വരും. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ്സ് ഹീറ്റ് ആൻഡ് ഇൻറ്റേർണൽ എനർജി? ഹീറ്റും ഇൻറ്റേർണൽ എനർജിയും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്
ഓക്കെ, കാരണം എന്താ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ എനർജി. ഓക്കെ, ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എനർജിയാണ്. വിച്ച് മീൻസ് അതിനകത്ത് എന്ത് വരും, കൈനറ്റിക് എനർജിയും വരാം, പൊട്ടൻഷ്യൽ എനർജിയും വരാം. ഓക്കെ, ആ ഒരു മോളിക്യൂളിനകത്ത്. നമുക്ക് അടുത്ത് ഏതാ തന്നിരിക്കുന്നത്, ഹീറ്റാണ് തന്നിരിക്കുന്നത്. ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, എനർജി ഇൻ ട്രാൻസിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ, ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ട്രാൻസ്ഫർ ചെയ്യണതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ എ ബോഡി ഹാവിങ് 8 microcoulomb ഓഫ് ചാർജ്. നമുക്കറിയാം ചാർജും നമ്പറും തമ്മിൽ n=q/e എന്നുള്ള ഫോമുലയാണ്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൈക്രോ കുളോംബ് അല്ലേ, മൈക്രോ കുളോംബ് എന്ന് പറയുമ്പോൾ എത്ര കുളോംബാണ്, 8 × 10⁻⁻⁶ ആണ്. ഓക്കെ, ദെൻ 1 ഇലക്ട്രോണിൽ എലമെൻ്ററി ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁹ ആണ്. ഓക്കെ, സോ 10⁻⁶/10⁻⁹ എന്ന് പറയുമ്പോൾ 10⁻13 വരും. ബാക്കി 8/1.6. അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും, 5 × 10⁻13. 10⁻13 2 ഓപ്ഷൻസ് ഉള്ളത്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സ്പോണൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഫസ്റ്റ് വണ്ണ് കൊടുത്തിരിക്കുന്നത് എന്താ, സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. സർഫസ് ഓഫ് എ ചാർജ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. കാരണം എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഈക്വിലിബ്രിയം നമ്മൾ എടുക്കുന്ന സമയത്ത് ദ എൻറ്റയർ സർഫസ് ഓഫ് കണ്ടക്ടർ ഈസ് അറ്റ് ദ സെയിം പൊട്ടൻഷ്യൽ അല്ലേ, അപ്പോൾ അത് ഇക്വിപൊട്ടൻഷ്യൽ ആണ്. രണ്ടാമത്തെ കേസിൽ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് എ ഡൈപോൾ എന്ന് പറയുന്നുണ്ട്. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ടു ദ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് ടു നെഗറ്റീവ് ചാർജ് രണ്ടും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് 0 ആയിട്ടാണ് പോവുക. എഗെയിൻ അതും ഈക്വിപൊട്ടൻഷ്യൽ ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് വരുന്നതിൽ എന്താ ഉള്ളത്, സർഫസ് ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് എ ഡൈപോൾ വരുന്നുണ്ട്, ആക്സിയൽ പ്ലെയിൻ ഓഫ് എ ഡൈപോൾ വരുന്നുണ്ട്. ദെൻ സ്ഫെറിക്കൽ സർഫസ് സറൗണ്ടിങ് എ പോയിന്റ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആക്സിയൽ പ്ലെയിൻ ഓഫ് എ ഡൈപോൾ എന്ന് പറയുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തല്ല, ഇക്വിപൊട്ടൻഷ്യൽ അല്ല. സ്ഫെറിക്കൽ സർഫസിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, അവിടെ കോൺസ്റ്റൻ്റ് ആണല്ലോ, റേഡിയസ് r എടുത്തു കഴിഞ്ഞാൽ അത് സെയിം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും വരിക. അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓംസ് ലോ ഒബേ ചെയ്യാത്തത് ആരാന്നാണ് ചോദിച്ചിരിക്കണേ. അപ്പോൾ നോൺ ഓമിക് ആയിട്ടുള്ള ആൾക്കാരല്ലേ നമ്മൾ ഓംസ് ലോ ഒബേ ചെയ്യില്ല എന്ന് പറയാം, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യമാണ് പറയാം. സെമി കണ്ടക്ടർ ആയിട്ടുള്ളത് ആരാണ്, ജെർമേനിയം ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് എ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ആക്ച്വലി ഹൈ റെസിസ്റ്റിവിറ്റിയും ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും വേണ്ട ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എലോയ്സ് ആണ്. അപ്പോൾ എലോയ്സ് എടുക്കുന്ന സമയത്ത് മാംഗനീനാണ്. മാംഗനീൻ എന്ന് പറയണത് കോപ്പർ, അതേപോലെ മാംഗനീസ് ആൻഡ് നിക്കൽ, ഈ 3 എലമെൻറ്റ്സിൻ്റെ എലോയാണ് മാംഗനീൻ എന്ന് പറയണത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നെഗറ്റീവ് സസെപ്റ്റബിലിറ്റി ഉള്ളത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആണ് നെഗറ്റീവായിട്ട് നമ്മൾ പറയാം. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിലാണ്. ഓക്കെ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡയാമാഗ്നറ്റിക് ആരാ നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് അലുമിനിയം തന്നിട്ടുണ്ട്. അലുമിനിയം എന്താണ്, പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, കൊബാൾട്ട് ഫെറോ മാഗ്നറ്റിക് ആണ്. അതേപോലെ ക്രോമിയം വന്നിട്ട് എന്തായിരിക്കും, ക്രോമിയം ഈസ് ഓൾസോ പാരാമാഗ്നറ്റിക്. ദെൻ നമുക്ക് കോപ്പർ വന്നിട്ടുണ്ട്. സോ കോപ്പർ വന്നിട്ട് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം നമ്മൾ ഡയാമാഗ്നറ്റിക് ആണ് ചൂസ് ചെയ്യുക. ഓക്കെ, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ. അലുമിനിയത്തിൻ്റെ അതേപോലെ ക്രോമിയത്തിൻ്റെയും കേസിൽ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ്, നെഗറ്റീവ് അല്ല. ഫെറോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നല്ലോണം വലിയ വാല്യൂസ് ആയിരിക്കും വരിക 0-നേക്കാളും. ഡയലാണ് എന്താണ്, അതിനേക്കാളും ഒരു മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയേക്കാളും ചെറുത് വരുന്നത്. റൈറ്റ്, നെക്സ്റ്റ് 20th question. A toroid has a core of inner radius 25 cm and outer radius 26 cm, around which 3500 turns of wire is wound. If a current of 11 ampere flows through it, what is a magnetic field inside the core? കോറിനകത്തുള്ള ഫീൽഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കണേ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റേഡിയസ് കണ്ടുപിടിക്കാം, മീൻ റേഡിയസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ മീൻ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, R is equal to inner radius plus
ഔട്ടർ റേഡിയസ് ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, ഇന്നർ റേഡിയസ് 25 ആണ്, ഔട്ടർ റേഡിയസ് എത്രയാണ് 26 ആണ് അല്ലേ. അപ്പോൾ 25 പ്ലസ് 26 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും, 25.5 സെൻറ്റിമീറ്റർ. മീറ്ററിലാക്കുന്ന സമയത്ത് 0.255 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോറോയിഡിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. ബി ഈസ് ഈക്വൽ ടു μ0 ni ബൈ 2 pi r. ഓക്കെ, μ0 ni ബൈ 2 pi r. ഇവിടെ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്, ടേൺസ് വന്നിട്ട് 3500 തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ ബി ഈസ് ഈക്വൽ ടു 4 pi ഇൻറ്റു 10⁻⁻7 ഇൻറ്റു ടേൺസ് 3500 ആണ്, കറണ്ട് 11 ആംപിയർ ആണ്, ഡിവൈഡഡ് ബൈ 2 pi ഇൻറ്റു ഇത് 0.255 നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ, 2 pi ആൻഡ് 4 pi 2 times ക്യാൻസൽ ആവും. സോ 2 ഇൻറ്റു 10⁻7 ഇൻറ്റു 3500 ഇൻറ്റു 11 ബൈ 0.255 വരും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആൻസർ 0.0302 ആണ് വരുന്നത് ടി. ഓക്കെ, അപ്പോൾ അതിനോട് അടുത്ത് നിൽക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ നമ്പർ ബി ആയത് കാരണം നമ്മൾ അത് സെലക്ട് ചെയ്യണം. ഓക്കെ, 21st ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് ഞാൻ എൻഡ് ചെയ്യുവാണ്. നെക്സ്റ്റ് പാർട്ടിൽ 22nd തൊട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 21st ക്വസ്റ്റ്യൻ എന്ന് പറയണത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡു നോട്ട് എഫക്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ, സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് പെർമിയബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോയിൽസ് വരും, നേച്ചർ ഓഫ് മെറ്റീരിയൽസും വരും, പിന്നെ ജോമെട്രി ഓഫ് കോയിൽസ് എന്ന് പറയുമ്പോൾ ഓറിയൻറ്റേഷൻ വരുമല്ലോ, നമ്പർ ഓഫ് ടേൺസ് ഏരിയ അത് ജോമെട്രിയിൽ പെടുന്നതാണ്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, കറണ്ട് പാസിങ് ത്രൂ ദ കോയിൽ, കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഓക്കെ, സോ ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. സോ 21st ക്വസ്റ്റ്യൻ വരെ നോക്കിയിട്ടുണ്ട്. ഫിസിക്സ് ആയത് കാരണം എനിക്കറിയാം കുറച്ച് ടഫായിരിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നേരെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ക്ലിയർ ആവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റുള്ള ഫോർമുലാസ് ഞാൻ പറയുന്നുണ്ടല്ലോ, ഇഫ് പോസിബിൾ ആ ഫോർമുലാസ് മാത്രം ഒന്ന് എഴുതിയെടുക്കാൻ നോക്കുക. ആ ടോപ്പിക് ഏതാ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടൻറ്റ് ആ ഒരു ടോപ്പിക്കിൻ്റെ നെയിം എഴുതുക, ആ ഫോർമുല അവിടെ എഴുതി വെക്കുക, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് നോക്കിയില്ലേ, ആ ഒരു നോക്കിയ പാർട്ട് ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ ആ ഒരു പാർട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് പഠിക്കണം എന്നില്ല. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ എന്താണെന്നാണ് അവിടെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലായി. കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കണ്ടോ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ട എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടാവുമല്ലോ, നമ്മൾ അതാണ് മെയിനായിട്ട് കാണിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഇക്വേഷൻസ് ആൻഡ് ഫോർമുലാസ് വരുന്ന സമയത്തും ബേസിക് ആയിട്ട് നമ്മൾ ചിലപ്പോൾ 10th ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് N = Q/E എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഫുള്ള് സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും കുറേയൊക്കെ നമുക്ക് ഈ ഫാക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് ഫോർമുലാസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് ഇതിനകത്തുള്ള ഈ ഒരു പോർഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് വന്നതിൽ ഇനി വരാൻ പോകുന്നതിലും ഉണ്ട് കേട്ടോ. ഇനി വരുന്നതിൽ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുള്ളത്. അത് ഭയങ്കര ഈസിയാണ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ ചാപ്റ്റർ ഒന്ന് അത്യാവശ്യം നോക്കുക. അതിന് ശേഷം നോക്കേണ്ടത് കറണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കറണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ, ചാർജ് ആൻഡ് കറണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ പഠിക്കുക. ആഫ്റ്റർ ദാറ്റ് പിന്നെ എന്താ നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയുടെ ആ ഒരു കലോറിമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കുക. വെക്ടർ പോർഷൻ നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം മാത്സിൽ വരുന്നതാണത് അല്ലേ. അപ്പോൾ നമുക്ക് അത് ഇവിടേക്ക് എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന പോലെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കോമ്പണൻ്റ് ഒക്കെ ഈസി ആയിട്ടുള്ളതാണ് അല്ലേ, 11th നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇറ്റ്സ് ആക്ച്വലി ഈസി. സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എളുപ്പമായിരുന്നു തോന്നുന്നു. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഫൈൻഡ് ചെയ്യാനുള്ളതൊക്കെ അതൊക്കെ നമുക്ക് എന്തായാലും മാർക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു നമുക്ക് തീരെ പഠിക്കാതെ പോയാൽ തന്നെ 5 മാർക്സ് ആ ഒരു ഫസ്റ്റിലൊരു 10 to 20 ക്വസ്റ്റ്യൻസിനകത്ത് 5 മാർക്സ് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതാണ് നമുക്ക് എടുക്കേണ്ടത്, പഠിക്കേണ്ടതും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വന്നിരിക്കുന്ന ഫോർമുലാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതേപോലെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം.
ഓക്കെ. അപ്പോൾ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരും. റിപ്പീറ്റഡ് ആയിട്ട് എന്തായാലും ഉണ്ടാവും, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അത് പഠിച്ചാലാണ് നമുക്ക് മാർക്ക് കിട്ടുക അല്ലേ. നമുക്ക് ഇരുന്ന് 12th ഫുൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എന്തായാലും ഈ ഒരു ചെറിയ സമയം കൊണ്ട് നല്ലോണം പഠിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാനുള്ള സമയമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം നന്നായിട്ട് പഠിച്ചു പോവാം. ബാക്കിയുള്ള പോർഷൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് അത് പഠിക്കാം. അപ്പോൾ അത് ശീലമാവും. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ആ ഗ്രൂപ്പിലാണ് വരുന്നത്. പിന്നെ പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് വീക്ക്ലി, ഒരു 3 or 4 times ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വർക്ക്ഷീറ്റ്സ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ. ഫ്രീ ആയിട്ടുള്ള നോട്ട്സാണ്, ഫ്രീ ആയിട്ടുള്ള പോളാണ്, എല്ലാം ഫ്രീ ആണ്. അത് കഴിഞ്ഞ് SSC RRB റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷോർട്ട് നോട്ട്സോ നോട്ടിഫിക്കേഷൻസോ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ SSC റിലേറ്റഡ് ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്, പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ അതിനകത്തും ജോയിൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയുന്ന PSC ആസ്പിറൻസിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. താങ്ക്